അതിനുശേഷം ഈ പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ല. അതെന്ന് വെച്ചാൽ ഇഷ്ടമെന്ന് വെച്ചാൽ എന്നോട് ദേഷ്യമായല്ലോ. അതിനുശേഷം എന്നെ എങ്ങനെയൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ലേഡിയെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ മാനസികമായിട്ട് അതുപോലൊക്കെ. ഉപ്പുമുളകും സീരിയലിലെ ബാലുച്ചേട്ടൻ, ബിജു സോപാനം, അതുപോലെ തന്നെ ആ സീരിയലിൽ തന്നെ മറ്റൊരു ക്യാരക്ടർ ചെയ്യുന്ന ശ്രീകുമാർ, ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ ഒരു പീഡന പരാമർശവുമായി അതിലെ തന്നെ ഒരു നടി ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോ ഈ ഒരു വാർത്തയുടെ ഡീറ്റെയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിഷ സാരംഗ് എന്ന് പറയുന്ന ഈ സീരിയലിലെ തന്നെ നീലു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന നിഷ സാരംഗ് ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഈ ഒരു പ്രോഗ്രാം സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന ഡയറക്ടർക്കെതിരെ കുറച്ച് കാര്യങ്ങൾ വന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും മറന്നു കാണും. അതെന്തായാലും മറന്നു പോയെങ്കിൽ ഈ ക്ലിപ്പ് കണ്ടോണ്ട് അതൊന്ന് ഓർത്തെടുക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതായത് പുള്ളി സ്ത്രീകളോട് ചില ആണുങ്ങൾ കാണിക്കുന്ന ചില വൃത്തിയിട്ട ആറ്റിറ്റ്യൂഡുകൾ എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഭയങ്കരമായിട്ട് എതിർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും പുള്ളി നമ്മൾ എത്രയൊക്കെ ആട്ടി ഓടിച്ചാലും പിന്നെയും വരും ഇങ്ങനെ എന്താണ് ചിക്കാനും തോണ്ടാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ മോശം വേർഡ്സ് യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഇഷ്ടമല്ല, എന്നോട് പറയല്ലേ, എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാൻ, എനിക്ക് താല്പര്യമില്ല, എന്നോട് പറയരുതെന്ന് പറഞ്ഞിട്ടും പിന്നെയും പുള്ളി പിന്നെ അങ്ങനത്തെ വേർഡ്സൊക്കെ വന്നപ്പോൾ പിന്നെ എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കുകയും പിന്നെ എൻ്റെ അടുത്ത് എടി പൊടി എന്നൊക്കെ വിളിയൊക്കെ എന്നോട് ദേഷ്യം അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ദേഷ്യം വരുമല്ലോ. ഇടി പൊടിയും പറ്റോളം മറിച്ചോളം എന്നൊക്കെ വിളി തുടങ്ങി. അപ്പോൾ ഞാൻ ശ്രീകണ്ഠ സാറിനെ വൈഫിനെ വിളിച്ചു പറഞ്ഞു, ശ്രീകണ്ഠ സാറിനെ വിളിച്ചു പറഞ്ഞു. ശ്രീകണ്ഠ സാറ് വന്നു വാൺ ചെയ്തു. പുള്ളി എടുത്ത് പറഞ്ഞു മേലെ ഇനി ഇത് ഉണ്ടാവരുതും, കാരണം പാവം നീലു ചേച്ചി അന്നേ ഈ സീരിയലിൽ അഭിനയിച്ചതിന്റെ പേരിൽ കരച്ചിൽ തുടങ്ങിയതാണ്. അപ്പോ ഈ ഒരു സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് പണ്ടേ പ്രശ്നങ്ങളാണെന്നേ. അന്ന് ഇതിനകത്തെ ഡയറക്ടർക്കെതിരെയായിരുന്നു ഈ ചേച്ചി മുന്നോട്ട് വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ച് ഇപ്പൊ ഈ ചേച്ചിയാണ് ഈ ഒരു പരാമർശം ഉന്നയിച്ചുകൊണ്ട് വന്നതെന്നല്ല ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അന്ന് ഈ ഹേമ കമ്മിറ്റി തേങ്ങയൊന്നുമില്ല. പക്ഷെ അന്ന് ചേച്ചിയെ ഇങ്ങനെയൊക്കെ മെന്റലി ടോർച്ചർ ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലായിരുന്നു അന്നത്തെ ഡയറക്ടർക്കെതിരെ ചേച്ചി വന്ന് സംസാരിച്ചത്. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു അതും കുറച്ചായി നമ്മുടെ മുടിയനുമായിട്ട് ഋഷിയായിട്ട് ബന്ധപ്പെട്ട അതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയൊരു പ്രശ്നം, പീഡന പരാമർശം. അപ്പോ അതിലുള്ള ഒരു നായികയാണ് ഈ വന്ന് ഇവർക്കെതിരെ, ഈ 2 നടന്മാർക്കെതിരെ സംസാരിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത, ഒരു ചാനലിൽ വന്ന ഈ ഒരു വാർത്ത നിങ്ങൾ കാണുക, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. നടന്മാരായ ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമ കേസ്. പ്രമുഖ നടിയുടെ പരാതിയിലാണ് കേസെടുത്തത്. കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് പരാതി. എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, പരാതിയിൽ എന്തൊക്കെയാണ് ഇരുവർക്കുമെതിരെ ഉന്നയിക്കുന്നത്? CBI പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് കൊച്ചിയിൽ ഒരു സീരിയൽ ഷൂട്ടിംഗ് നടന്നു വരികയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഈ 2 നടന്മാരും തനിക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയെന്നുള്ളായിരുന്നു. അതിന് മോശമായി പെരുമാറുകയും ഒപ്പം ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടന്മാരായ ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതി തുടക്കത്തിൽ ലഭിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തിനാണ്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിനെ സർക്കാർ രൂപം നൽകിയിരുന്നതാണ്. അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം വിവിധ കേസുകൾ കൈകാര്യം ചെയ്തു വരിക. ഇതിനിടയിലാണ് ഈ പരാതി ലഭിക്കുന്നത്. ഈ പരാതി കൊച്ചി ഇൻഫോ പാർക്ക് പോലീസിന് കൈമാറുകയും ഈ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ബിജു സോപാനത്തെയും SP ശ്രീകുമാറിനെയും പ്രതി ചേർത്താണ് കേസ് എടുത്തിരിക്കുന്നത്. ഒപ്പം ഈ കേസ് SITക്ക് തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർ നടപടികളൊക്കെ തന്നെ ഇനി SIT ആണ് സ്വീകരിക്കുക. പ്രത്യേകിച്ച് ഈ നടന്മാരായ ബിജു സോപാനത്തെയും SP ശ്രീകുമാറിനെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ കടക്കും. ഒപ്പം തന്നെ ഈ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും സ്വീകരിക്കുക. അപ്പം നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ നമ്മുടെ ബിജു ചേട്ടനെയും ശ്രീകുമാർ ചേട്ടനെയൊക്കെ അങ്ങോട്ട് ചോദ്യം ചെയ്യും. ഈ ചോദ്യം ചെയ്യുന്നതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടായാൽ മതി. അപ്പം ഇവരുടെ ഈ ഒരു കേസിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ നീലു ചേച്ചിയുടെ കേസിലെയാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഇഷ്യൂവില് ഡയറക്ടറിനെ മാറ്റി, അന്ന് ഈ പരിപാടി ഡയറക്ട് ചെയ്തുകൊണ്ടിരുന്ന ഡയറക്ടറെ മാറ്റി എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത്. അതല്ലാതെ വേറെന്തെങ്കിലും നിയമ നടപടികൾ വല്ലതും അയാൾക്കെതിരെ എടുത്തതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞാനൊന്നും പിന്നെ കേട്ടിട്ടില്ല. പിന്നെ ഇതൊക്കെ മുങ്ങിപ്പോയി. അത് പോട്ടെ, വർഷങ്ങൾക്ക് മുമ്പാണല്ലോ, പോട്ടെ.
ഇപ്പോ ഈ ഒരു കേസ് ഇപ്പം വന്നല്ലോ. അപ്പൊ ഇതിനകത്ത് രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട് കേട്ടോ. ഈ ഒരു വിഷയത്തിൽ രണ്ട് രീതിയിൽ, രണ്ട് സൈഡിൽ നമുക്ക് നോക്കി സംസാരിക്കണം. കാരണം ഇത് ചെറിയൊരു വിഷയമല്ല. ഇപ്പൊ നമ്മൾ ഈ ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾ കണ്ടു ഒരുപാട് നായകന്മാർക്കെതിരെ, നായകന്മാർ എന്ന് പറയുന്നില്ല, നടന്മാർക്കെതിരെ പല ആളുകൾ പരാമർശം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അതിൽ കുറെയൊക്കെ ഫേക്ക് ആണ് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. ചില ആളുകളുടെയൊക്കെ, ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. വന്നിരുന്ന ജനങ്ങളുടെ ഫ്രണ്ടിൽ ഇരുന്ന് കഥ പറഞ്ഞു ലാസ്റ്റ് നമുക്ക് തന്നെ മനസ്സിലായി എന്തോ ഒരു ഉടായ്പുണ്ടല്ലോ ഇതിനകത്ത് എന്നുള്ളൊരു സാധനം നമുക്ക് പലർക്കും തോന്നി. അങ്ങനെ പല പരാമർശങ്ങൾ പല സ്ത്രീകൾ ഇങ്ങനെ ഉന്നയിക്കുമ്പോഴത്തേക്ക് ചില ഒരു സൈഡിൽ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ നടന്മാരുടെയൊക്കെ പേര് അവിടെ എക്സ്പോസ്ഡ് ആവുകയാണ്. ഈ വന്ന് പറയുന്ന സ്ത്രീകൾ എല്ലാവരുടെയും ഒന്ന്, ഇപ്പൊ ഇവരുടെ ഈ ഒരു കേസിൽ തന്നെ ബിജു സോപാനം അല്ലെങ്കിൽ ശ്രീകുമാർ, ഇവരുടെ ഫോട്ടോയും ഇവരുടെ കംപ്ലീറ്റ്ലി ഇവര് നാണം കെട്ടു. ഇവര് ചെയ്തോ ചെയ്തില്ലയോ അത് ഞാനിവിടെ പറയുന്നില്ല, എനിക്കറിയില്ല. പക്ഷെ ഇവർ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇവരുടെ പേര് മുന്നോട്ട് വന്നു. ഇവർ ചെയ്തിട്ടുണ്ടെങ്കിലോ ഓക്കെ, ഇവരുടെ പേര് എക്സ്പോസ്ഡ് ആവുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. പക്ഷെ ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ ഇവരുടെ രണ്ടുപേരുടെയും പേര് വിത്ത് ഫോട്ടോ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ചാനൽസ് വഴി. അവരുടെ കാര്യം വിടൂ, ഇവരുടെ വീട്ടിലെ സ്ത്രീകളില്ലേ, പെൺകുട്ടികൾ കാണില്ലേ, അവരുടെ അവസ്ഥ എന്താ ഇവിടെ ആരും മനസ്സിലാക്കാത്ത? ഇവിടുത്തെ നിയമ സംഹിത എന്താ അത് മനസ്സിലാക്കാതെ? ഒരു സ്ത്രീയെ രക്ഷിക്കുമ്പോൾ ഈ പരാതി കൊടുത്ത സ്ത്രീയുടെ ഫോട്ടോയോ പേരോ ഒന്നും നിങ്ങൾ കൊടുക്കുന്നില്ല, വളരെ നല്ല കാര്യം. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു സ്ത്രീയെ നിങ്ങൾ രക്ഷിക്കുകയാണ്. നേരെ മറിച്ച് ഇപ്പറേ ആ ഒരു കുറ്റം ആരുടെ മേലിലാണോ അടിച്ചേൽപ്പിക്കുന്നത്, ഇല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഓക്കെ, അനുഭവിക്കട്ടെ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ വരെ ഇതിനകത്ത് വന്നിട്ട് നാറിക്കൊണ്ടിരിക്കുകയല്ലേ. അത് വളരെ മോശം ഒരു പരിപാടിയല്ലേ. ഇനി അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിയമപരമായിട്ട് ശിക്ഷിക്കട്ടെ. പക്ഷെ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, കുറെ പേർക്കെതിരെ പീഡന പരാമർശം ഒന്നും ഇതിനായിട്ട് ഒന്നും തെളിഞ്ഞ് നമ്മൾ കണ്ടില്ല. ഒരാൾക്കെങ്കിലും എതിരെ ഇവിടെ എന്തെങ്കിലും ചെയ്തതായിട്ട് നമ്മളൊന്നും കാണുന്നില്ലടേ. എല്ലാവർക്കും ജാമ്യവും കിട്ടി, മെല്ലെ മെല്ലെ എവിടെയൊക്കെയോ മുങ്ങിപ്പോണു. അതല്ല ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ആയിക്കോട്ടെ, അവർ രക്ഷപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷെ എങ്കിലും ആ സമയത്ത് അവരുടെ കുടുംബം, സ്ത്രീകൾ, ഒരു സ്ത്രീയെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ത്രീയെ സംരക്ഷിക്കുമ്പോൾ അപ്പറയുള്ള ഒരു 10 സ്ത്രീകളാണ് അവിടെ നരയിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താ ഇവിടെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത? എനിക്കതൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇവിടുത്തെ നിയമം എന്താണ് അങ്ങനൊന്നും ചിന്തിക്കാത്തത് എന്നുള്ളത്. കോടതി എന്തുകൊണ്ടാണ് ഇവിടുത്തെ കോടതിയൊന്നും അങ്ങനെ തിങ്ക് ചെയ്യാത്തത്? ഇങ്ങനെയുള്ള കേസുകൾ സത്യമാണോ കള്ളമാണോ ഒന്നും അറിയാതെ ഇങ്ങനെ വലിച്ചു നീട്ടി മാധ്യമങ്ങളിലും അവരുടെ പേര് വന്ന് ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുക. അവര് ആണുങ്ങൾ, ഓക്കെ, ഇപ്പം ഇവിടെ എല്ലാവർക്കും പറയാൻ കാണും ആണുങ്ങളായതുകൊണ്ട് തന്നെ എന്തോ അവർക്ക് കൂടുതലാണ്. എന്നിട്ട് ഞങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് കൂടുതലൊന്നും ഇല്ല. മനസ്സാണ് ഇച്ചിരി മനസ്സിന് ഇച്ചിരി കട്ടി കൂടുതലാണെന്നൊക്കെ പണ്ട് വിട്ട ആളുകൾ പറയുന്ന കേൾക്കാം, ആണുങ്ങൾക്ക് സ്ത്രീയെക്കാട്ടിലും. പക്ഷെ എല്ലാവർക്കും ഒന്നും അങ്ങനെ അല്ലടോ. അതും കൂടെ ഒക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഞാൻ ഇവരുടെ ഒരു കേസ് വന്നപ്പോൾ ഫസ്റ്റ് എനിക്ക് പോയ ഒരു മൈൻഡ് ഇങ്ങനെയായിരുന്നു, ഇവർക്കെതിരെ ഇങ്ങനെ പീഡന പരാമർശം വരുന്നു, സത്യമാണോ നമുക്കറിയില്ല. കള്ളമാണെങ്കിൽ അവരുടെ കുടുംബം അനുഭവിക്കുന്ന എന്തായിരിക്കും? ഈ കുറച്ച് ദിവസങ്ങളിലാണെങ്കിലും അവർ പോകുന്ന ഒരു മെന്റൽ സ്റ്റെബിലിറ്റി എന്തായിരിക്കും? അവരുടെ മെന്റലി അവരെ വീക്കാക്കി കളയുകയാണ്. എന്നാൽ ഈ പരാതി കൊടുത്ത നടിയുടെ പേരോ അവരുടെ ഫോട്ടോയോ ഒന്നുമില്ല. അവരെവിടെയോ സേഫ് ആയിട്ടിരിക്കുന്നു. അവരിത് പറയുന്നത് സത്യമാണോ കള്ളമാണോ ഒന്നും അറിയില്ല. ഒന്നും അറിയാതെ തന്നെ അവർ സേഫാണ്. ഇനിയിപ്പോ അവര് കള്ളമാണ് പറഞ്ഞതെന്നിരിക്കട്ടെ, ഇവര് പറഞ്ഞത് ഇപ്പൊ ഈ ശ്രീകുമാറിനും ഈ ഒരു ബിജു സോപാനം ബാലുചേട്ടനെതിരെ വന്നിരിക്കുന്നത് ഒരു കള്ള പരാതിയാണെന്നിരിക്കട്ടെ. നാളെ ഇത് തെളിഞ്ഞാലും ഈ പരാതി ആരാണോ കൊടുത്തത് അവരുടെ പേരോ അവരുടെ ഫോട്ടോയോ ഇവിടുത്തെ മാധ്യമങ്ങളിൽ എക്സ്പോസ്ഡ് ആവുമോ? എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അവരപ്പോഴും സേഫാണ്. ഇനിയിപ്പോ അവര് പറഞ്ഞതെല്ലാം സത്യമാണ്, അവർക്ക് ഭയങ്കര രീതിയിലുള്ള മോശം അനുഭവങ്ങൾ ഇവരുടെ രണ്ടുപേരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും തക്കതായ ശിക്ഷ തന്നെ കിട്ടണം. അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു പേഴ്സ്പെക്റ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞത് വേറൊരു പേഴ്സ്പെക്റ്റീവ്. ഈ രണ്ട് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇതൊക്കെ നാളെ മുങ്ങിപ്പോകുന്ന ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ തെളിഞ്ഞ് ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ ശിക്ഷ കിട്ടുമെന്ന്? അങ്ങനെ ശിക്ഷ കിട്ടണമെങ്കിൽ കുറച്ചുണ്ട്. ഇവിടെ കുറെ ചേട്ടന്മാർ ഇവിടെ മേള കളിച്ച് നടക്കുന്നുണ്ട്. അവർക്കെതിരെ എന്തോരം കേസുകളുണ്ട്. എല്ലാരും ഇവിടെ പുട്ടുപോലെ പാട്ടും പാടി ബിരിയാണിയും കഴിച്ച് നടപ്പുണ്ട്. ഇതല്ലേ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ? ഇത് സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ നമുക്കുണ്ട്. അപ്പൊ നമുക്കുള്ള ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ, എന്തിനവരുടെ കുടുംബത്തിനെ, ഒരു സ്ത്രീയുടെ പരാതി കൊടുത്ത ആളുടെ പേരില്ലെങ്കിൽ ഇപ്പറേ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഓഫ് കോഴ്സ് അത് പുറത്തു വരും. പക്ഷെ എന്നാലും സംശയങ്ങൾ ഇതാണ്, അവരുടെ കുടുംബം, ഈ ബിജു ചേട്ടന്റെ ആണെങ്കിലും ശ്രീകുമാറിന്റെ, അവരുടെ വീട്ടിലൊക്കെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്.
അവർക്കുണ്ടാവുന്ന ഒരു നാണക്കേട് അത് മനസ്സിലാക്കണം നമ്മൾ. അവർ തെറ്റുകാരല്ലെങ്കിൽ, വീണ്ടും ഞാൻ പറയുന്നു, അവർ തെറ്റുകാരല്ലെങ്കിൽ, തെറ്റുകാരാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല, അനുഭവിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇതൊക്കെ തെളിയണം കേട്ടോ. ഇതൊക്കെ തെളിയുവോ? അതോ മറ്റേ 6 വർഷം മുമ്പ് ചേച്ചി ഇങ്ങനെ വന്ന് പറഞ്ഞതുപോലെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ മുങ്ങിപ്പോയി, ഡയറക്ടറിനെ മാറ്റി പരിപാടി കഴിഞ്ഞു, അതുപോലൊക്കെ തന്നെ ഇതും. അല്ലാതെ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാവോ? നിങ്ങൾ പറ, വീഡിയോ കാണുന്ന നിങ്ങൾ പറ, ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു തീർപ്പുണ്ടാവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഒരു സംശയം, ഒരു വൈൽഡ് ഗസ് ആണ് ഇതിപ്പോ വന്ന് പരാതി പറഞ്ഞിരിക്കുന്ന നടി നിഷ ചേച്ചി. എന്തായാലും ആവാൻ ചാൻസ് ഒന്നുമില്ല കേട്ടോ, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഇപ്പൊ പുതുതായിട്ട് ഒരു നായിക വന്നിട്ടുണ്ട്, കുറച്ചായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് പേരൊന്നും പറയുന്നില്ല, നമുക്ക് അറിയില്ല, ജസ്റ്റ് ഒരു വൈൽഡ്, ഒരു ഇൻറ്റ്യൂഷൻ, ഒരു ഗസ്. അവരാണോ എന്നുള്ളൊരു സംശയം മാത്രം. ചിലപ്പോൾ ആവാം, ചിലപ്പോൾ അല്ലാതായിരിക്കാം. ആരും ആയിക്കോട്ടെ, ആരാണെങ്കിലും അവർക്ക് ഈ ഒരു സീരിയലിൽ നിന്ന് ഇങ്ങനെ ഒരു ദുരനുഭവം ഇവരിൽ രണ്ടുപേരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി നടപ്പായി തന്നെ കിട്ടണം. ഇവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടണം. അതല്ല ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇത് വെറുതെ ഒരു കള്ളക്കേസ് ആണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ആരാണോ കേസ് കൊടുത്തത് അവർ എക്സ്പോസ്ഡ് ആവണം. അവരുടെ ഫോട്ടോയും അവരാരാണെന്നും എല്ലാം ജനങ്ങൾ അറിയണം. എന്നാലേ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ, ഇനി അത് തെറ്റാണ് ചെയ്തതെങ്കിൽ, അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ, എന്നാലേ ഇങ്ങനെയുള്ള ആളുകൾ, ലേഡീസ് ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കുകയുള്ളൂ. ഇതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, അത്രേ ഉള്ളൂ. ഞാനിവിടെ ആരെയും തരം താഴ്ത്താൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ പറയുക, വീഡിയോ കാണുന്ന നിങ്ങൾ പറയുക, എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.